ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ബാക്ക് ടു ഷനാസ് സ്പൈസസ്. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു മാംഗോ പനീർ സാലഡാണ്. തായ് മാംഗോ സാലഡ് എന്ന് കേട്ടിട്ടുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു തായ് ഡിഷാണ്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ ഫ്യൂഷൻ മാംഗോ പനീർ സാലഡ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിന് പച്ചമാങ്ങ വേണം. അപ്പോൾ ഒരു നല്ല പച്ചമാങ്ങയും ഒരു ചെറിയ മധുരമുള്ളൊരു പച്ചമാങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞതിന് ശേഷം ഇത് ജൂലിയൻ കട്ട് വേണം. വളരെ തിൻ സ്റ്റിക്സ് ആയിട്ട് കട്ട് ചെയ്യുന്നതിനാണ് ജൂലിയൻ കട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കായിട്ടാണ് തായ് സാലഡിൽ ഉണ്ടാക്കാറ്. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതുപോലത്തെ സ്റ്റിക്സ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ, അതേപോലെ തന്നെ തിൻ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻ സ്പ്രൗട്ട് ഇല്ലെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ഈ സാലഡിൽ നല്ലതാണ്. പിന്നെ തായ് സാലഡ് ആകുമ്പോൾ അതിന് ഫിഷ് സോസ്, സോയ സോസ്, ചില്ലി സോസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ റെസിപ്പിയിൽ ഇന്ത്യൻ ഫ്യൂഷൻ ആകുമ്പോൾ നമുക്ക് ഫിഷ് സോസ് ഒഴിവാക്കാം. ചില്ലി സോസും സോയ സോസും മാത്രം ഉപയോഗിച്ചാൽ മതി. ഒരു കപ്പ് പനീർ ക്യൂബ്സ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗോൾഡൻ ഫ്രൈ ചെയ്തെടുക്കണം. ഓയിലിലിട്ട് തിരിച്ചു മറിച്ചൊന്ന് ഗോൾഡൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി വളരെ സിമ്പിളാണ്. ഈ പച്ചമാങ്ങയും ചെറിയ മധുരമുള്ള പച്ചമാങ്ങയും രണ്ടും കൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി കുറച്ച് സോസസ് ഇട്ട് കൊടുക്കാം. എന്തൊക്കെയാണ്? ലൈറ്റ് സോയ സോസ്, ഉപ്പിന് പകരം സോയ സോസാണ് ഉപയോഗിക്കുന്നത്. സോസ് ഒരു ടീസ്പൂണോളം മതി. അതിൻ്റെ കൂടെ ചില്ലി സോസ്, ഗാർലിക് ചില്ലി സോസ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം. വളരെ കുറവ് മതി, 1/2 ടീസ്പൂൺ. ഒരു നുള്ളു പഞ്ചസാര, 1 ടീസ്പൂൺ നാരങ്ങനീര് ചേർക്കാം. പിന്നെ ഈ പനീർ ഇട്ട് കൊടുക്കാം. പനീർ എല്ലാം ടോസ് ചെയ്ത്, അപ്പോൾ പനീറിന് ആ സോസസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ പിടിക്കും. ഇതിലേക്ക് ഇനി ബീൻസ്പ്രൗട്ട്, സ്പ്രിംഗ് ഓണിയൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചിലപ്പോഴും നമ്മൾ ചേർക്കുന്നത് പച്ചമുളകും ചുമന്ന മുളകും ചെറുതായിട്ട് കട്ട് ചെയ്തത് എരിവിന് വേണ്ടി അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ പീനട്ട്സ് റോസ്റ്റഡ് ആയിട്ടുള്ള സോൾട്ടഡ് പീനട്ട്സും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അതിന് പകരം വേണമെങ്കിൽ ഒരു ഇന്ത്യൻ ഫ്യൂഷൻ ആകുമ്പോൾ കാഷ്യൂനട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാക്കാം. ഇപ്പോൾ പച്ചമാങ്ങയും ചെറിയ മധുരമുള്ള പച്ചമാങ്ങയ്ക്ക് പകരം വെറും പച്ചമാങ്ങ ഉപയോഗിക്കാം. അതുപോലെ ക്യൂക്കുംബറും ക്യാപ്സിക്കം കുറച്ച് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്താലും നല്ലൊരു എഡിഷനാണ്. പീനട്ട്സിന് പകരം കാഷ്യൂനട്ട്സ് യൂസ് ചെയ്യാം. ഇങ്ങനെ പല തരം അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താം ഒരു ഈസി മാംഗോ പനീർ സാലഡ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് നമ്മൾ കോൾഡായിട്ടാണ് സെർവ് ചെയ്യണത്. പനീർ ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്യുന്നത്. മുളകിൻ്റെ എരിവും കുറച്ച് പുളിപ്പും മധുരവും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്ക് മാംഗോ പനീർ സാലഡ്. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ സോസസൊക്കെ ടേസ്റ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഇങ്ങനെ പനീർ വെച്ചിട്ടൊരു സാലഡ് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഇതെൻ്റെ ഇംഗ്ലീഷ് ചാനൽ റെസിപ്പീസ് സിമ്പിളിൻ്റെ ഏറ്റവും ആദ്യകാലത്തെ ഒരു വീഡിയോ ആണ്. പഴയ വീഡിയോ ആണ്, കൈകൊണ്ടെടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഷേക്ക് ആയത്. ഇപ്പം മലയാളം ചാനലിലേക്ക് ആക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.